യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എന്നും രാവിലെ നീച്ചിങ്ങാണ്ട് പണിക്ക് പോണതാവും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒട്ടുമിക്ക എല്ലാവർക്കും നല്ല എൻ്റെ വീഡിയോ കാണുന്ന കുറച്ചാളെങ്കിലും ഉണ്ടാവും. ഓൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരു ഫാർമസിസ്റ്റാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് എങ്ങനെ ഞാൻ ഫാർമസിസ്റ്റ് ആയി എന്നുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ് സീരീസ് ഡേ 11 അത് പറയണം നമുക്ക് നല്ലത്, നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും കരഞ്ഞ് ഫാർമസിസ്റ്റ് ആയി എന്നിട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കരഞ്ഞ ഫാർമസിസ്റ്റ് ആവുമെന്ന്. ആവും, ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ കഥ സ്റ്റാർട്ട് ചെയ്യണത് +2 കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നൊക്കെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ ആ ടൈമിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുമ്പ് വരെ ഒരുപാട് ഡ്രീംസും ഒരുപാട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ +2 റിസൾട്ടൊക്കെ വന്നപ്പോഴേക്ക് റിസൾട്ട് വന്നപ്പോഴല്ല, +1 സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് മനസ്സിലായിക്കണം ഞാൻ കരുതിയ ലക്ഷ്യത്തേക്ക് എന്തായാലും ഈ പോക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എത്തൂല എന്നുള്ളത്. അപ്പം എൻ്റെ ആ ഡ്രീം മാറ്റി ഞാൻ അങ്ങോട്ട് വെച്ചൊരു സൈഡിലേക്ക് ഇതിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന് പറഞ്ഞു കണ്ടിട്ടോ. കാരണം എനിക്ക് ആ പ്രഷറൊന്നും താങ്ങാനുള്ള ശേഷി ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ +2 റിസൾട്ട് കഴിഞ്ഞു, റിസൾട്ട് വന്ന് അവിടെ അല്ലേ നമ്മൾ നിർത്തിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ എല്ലാവരും അന്ന് മാനേജ്മെൻറ്റ് കോട്ടയിൽ D-Pharm ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താണെന്നില്ല ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ കുറച്ച് റിച്ച് ആയതുകൊണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ പോയി ചേരാനുള്ള ആ ഒരു റിച്ച്നെസ് നമുക്ക് നല്ല ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കൂല എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ ഞാൻ കാര്യം പറഞ്ഞ് എല്ലാവരും ചേർന്ന് നിൽക്കണം. ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിന്നിട്ടാ. അവൾ കാര്യമായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവരും D-Pharm പോകുന്നുണ്ട്, ഓക്കെ എനിക്കും D-Pharm പോവാം, ഫാർമസിസ്റ്റ് ആവാം. എനിക്ക് എന്തായാലും മെഡിക്കൽ ഫീൽഡ് വേണമെന്നില്ല നല്ല പൂതിണ്ടായിട്ടാ. അത് ആദ്യം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. സോ ഞാനും D-Pharm പോവാൻ വിചാരിച്ച്. അപ്പം അങ്ങനെ കാത്തിരുന്ന് മെറിറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സമയം വന്നിട്ട് അത് സമയം നല്ല ലാഗിങ് ആണ്. നമ്മൾ LBSൻ്റെ ഇതിലായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല ലാഗ് ചെയ്തിട്ടാണ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടത് തന്നെ വന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു 1 ഇയറിന് അടുപ്പിച്ച് നല്ല ലേറ്റ് ആയിക്കണം. അങ്ങനെ അലോട്ട്മെൻറ്റ് വന്ന് എനിക്ക് ട്രയലിൽ കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ട്രയലും കിട്ടിയത് ഒരേ സ്ഥലത്തേന് കേട്ടോ. അതായത് രാമനാട്ടുകര ചേലമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. അത്യാവശ്യം നമ്മളവിടുന്ന് 1.5 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ട്. സോ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് മെറിറ്റിൽ തന്നെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസിലും കാര്യങ്ങളിലൊക്കെ കുറേ ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇതൊന്നും എല്ലാ അവസ്ഥ ഇന്നെ ലോങ് വിടൂല എന്നുള്ളതേനു കേട്ടോ. ഫസ്റ്റ് ഇമ്മ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു, ബട്ട് ഇപ്പാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ഫസ്റ്റ് തന്നെ ലോങ്ങിൽ വിടൂല എന്നുള്ള കാര്യമായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കരഞ്ഞ് ഫാർമസിസ്റ്റ് ആയി ഫസ്റ്റത്തെ കരച്ചിൽ ഇവിടെ തുടങ്ങണം കേട്ടോ. അപ്പം അങ്ങനെ കരഞ്ഞ് ലാസ്റ്റ് കാര്യം പറഞ്ഞാണ്ട് സംഭവിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അവിടേക്ക് ജോയിൻ ചെയ്യാൻ പോണത്. അങ്ങനെ ജോയിൻ ചെയ്ത് പടച്ചോൻ്റെ അനുഗ്രഹം എന്ന് പറയാലോ, ഷോർട്ടേജിൻ്റെ ഇഷ്യൂ, ഹെൽത്ത് ഇഷ്യൂ, പിന്നെ എന്താ പറയുക ഇല്ലാത്ത ഇഷ്യൂകളൊന്നും എനിക്കുണ്ടായില്ല. കാരണം പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന അത് അങ്ങനെ എല്ലാ കുന്താമണ്ടികളും എൻ്റെ തലയിലുണ്ടായി കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ ഒക്കെ ടൈം വന്നപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ എടുത്തിട്ടാണ് നിന്നിന് 4-5 ആൾക്കാർ ഹോസ്റ്റലിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ പറയില്ല, നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ശാന്തിയും സമാധാനത്തിലും പഠിച്ച് നടന്നതിന് എനിക്ക് പെട്ടെന്ന് 4-5 ആൾക്കാരെ ഇടയിൽ നിന്ന് ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് ആ പഠിച്ചതും തലയിൽ കയറാത്തതും അതായത് പഠിക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിളായി. അതായത് പഠിക്കാൻ കഴിയാതായി. കാരണം ഈ 5 ആളാണ് 5 ടൈപ്പ് ഓഫ് ബുദ്ധിയിലുള്ള ആൾക്കാരാക്കാരം, 5 രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാക്കാരം. അപ്പോൾ 5 ആൾക്കാരും കവർ ചെയ്യുന്ന പോർഷൻസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ ചിന്തിച്ച് എനിക്ക് പഠിക്കാൻ കഴിയാതായി. പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് എന്താക്കാം അത്യാവശ്യം പഠിക്കാൻ കഴിയുന്നിട്ടാ. പിന്നെ നമുക്ക് ഡെയിലി വീട്ടിൽ പോയിട്ട് വന്ന് എക്സാം എഴുതാനൊരു സംഭവം ഇല്ലല്ലോ, കാരണം അത്യാവശ്യം ലോങ് ഉണ്ടല്ലോ. പിന്നെ കോയങ്ങും ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പിന്നെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈമാണ് കുറച്ച് മുമ്പ് എൻ്റെ കൈ അങ്ങോട്ട് ഒടിഞ്ഞു. അപ്പോൾ പിന്നെ എന്താക്കി കുറച്ച് നല്ല ലീവ് എടുത്ത്, ഷോർട്ടേജിൻ്റെ ഇഷ്യൂ വന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്നെ കൊണ്ട് ഇനി കഴിയൂല, ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്നുള്ള തീരുമാനത്തിലായി നേരെ പെട്ടിയും കടക്കിയിട്ട് ഫുള്ള് സാധനം എടുത്ത് ഞാൻ പെരേക്ക് വന്നിട്ടാ. അപ്പോഴും എൻ്റെ അമ്മ ഇന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് സപ്പോർട്ട് സിസ്റ്റമാണ് കേട്ടോ. കാരണം
വെയിറ്റ് ചെയ്ത് ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. ബട്ട് ലാസ്റ്റ് ഇമ്മയെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് എന്നെ മനസ്സിലാക്കി എന്നെ കൊണ്ട് കഴിയണ ഇത് ചെയ്യും. തോറ്റു പോവാന്നുണ്ടെങ്കിൽ തോറ്റു പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് എഴുതിയെടുക്കാം, പക്ഷെ ഈ പിന്മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടോ. എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു വലിയ മോട്ടിവേഷനാണ് അത് എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു മോട്ടിവേഷൻ കിട്ടി. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ പോയി, പിന്നെ എക്സാം എഴുതി, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, എക്സാം എഴുതി. അങ്ങനെ എല്ലാ സ്ട്രഗിൾസും ഉണ്ടായിരുന്നു കേട്ടോ. ഷോർട്ടേജിൻ്റെത്, അതിനിടയ്ക്ക് അറ്റൻഡൻസ് ഇല്ലാത്തതാണ് ഈ ഷോർട്ടേജ് പറയുന്നത്, അറ്റൻഡൻസ് ഷോർട്ടേജിൻ്റെ ഇഷ്യൂ, അതേപോലെ തന്നെ എക്സാമിൻ്റെ ഓരോരോ സ്ട്രഗിളുകൾ, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എനിക്ക് കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ ഒരു കോളേജ് ലൈഫിലാണ് കേട്ടോ. മനുഷ്യന്മാർ നമ്മൾ കരുതുന്ന പറയില്ല, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കുറേ ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ആ ഒരു ടൈമിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് റിസൾട്ട് വന്ന് അങ്ങനെ പാസ്സായി. അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഒഫീഷ്യലി ഒരു ഫാർമസിസ്റ്റ് ആയത് ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം ഫീസിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും ഇതുവരെ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിനി. പക്ഷെ ഞാൻ ഇപ്പം ബാക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അന്ന് അത്രയും സ്ട്രഗിൾ ചെയ്തിനെ. കാരണം ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതല്ലെങ്കിലും ലൈഫിൽ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ വെറുതെ ഇരുന്ന് ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് ഓരോന്ന് ആലോചിച്ച് കൂട്ടും. ബട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാക്കാരെ നമ്മൾ ആലോചിക്കുക എന്തിനാണ് നമ്മൾ ഇത്രയും അന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിന്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിന്. നമ്മൾ സിമ്പിളായിട്ട് എടുത്തുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളായില്ലേ എന്ന്. സത്യമാണ്, ലൈഫിൽ നമ്മൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിട്ടോ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരോട്. ഇപ്പം നിങ്ങളൊരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾക്ക് പിന്നെ അത് ആലോചിച്ചിട്ട് ചിരിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ 21ാമത്തെ വയസ്സിൽ അൽഹംദുലില്ലാ എനിക്ക് ഒരു ജോബ് കിട്ടിട്ടോ. ഇന്ത്യന്നല്ല, ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് വളർന്ന എല്ലാ കുട്ടികളും ഒരു ആഗ്രഹമാക്കരം സ്വന്തമായിട്ടൊരു ജോബ് തന്നാൽ കഴിയണത് ഫാമിലിക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അൽഹംദുലില്ലാ എൻ്റെ 21ാമത്തെ വയസ്സ് മുതൽ എനിക്കത് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരുടെ ഇത്രേ ഉള്ളൂ പറയാൻ. നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻഷാല്ലാ നടക്കന്നെ ചെയ്യും. കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും, പിന്നെ ആ സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോഴാക്കാരം നമുക്ക് മനസ്സിലാവണുണ്ടാവുക എന്തിനാണ് ഞാൻ ഇത്രത്തോളം ഞാൻ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയതായിട്ടുണ്ടായി. ഇപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവുക, ഒന്നിനെ കുറിച്ചും ബേജാറായിട്ട് ചിന്തിക്കാതെ നോർമലായിട്ട് അതിനെ നോർമലായിട്ട് കാണുക, അത്ര തന്നെ. ഇപ്പം നമ്മൾ ഇടങ്ങേറാണെങ്കിൽ പക്ഷെ നമുക്ക് നല്ലത് വിചാരിച്ചിട്ടാവും നമ്മളെങ്ങനെ ഇടങ്ങേറാക്കണുണ്ടാവുക. അപ്പോൾ ഇന്ന് ഈ കഥ പറഞ്ഞുകാണ്ട് ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇവൻ്റെ കാര്യം പറയാതുണ്ടെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് സുഖം ഉണ്ടായില്ല. ഇവന് നോർമലി ഇരിക്കുന്ന ടൈമിൽ നമ്മൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് വയ്യാതായപ്പോൾ അവൻ്റെ വില മനസ്സിലായിട്ടോ. പിന്നെ നോമ്പ് തുറന്നിട്ട് ഞാൻ അന്ന് കറിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ കടക്കാൻ നേരത്തെ ഒരു കഞ്ഞിയായിട്ട് കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളടാ.